മഹാരാഷ്ട്രയിലാകട്ടെ മഹായുതി സഖ്യത്തിന് തുടർഭരണം പ്രവചിക്കുകയായിരുന്നു പല എക്സിറ്റ് പോൾ ഫലങ്ങളും. ഏതായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. തൂക്കു നിയമസഭ മുന്നിൽ കണ്ട് ചെറു പാർട്ടികളെയും സ്വതന്ത്രരെയും ഒക്കെ ഒപ്പം നിർത്താനാണ് മഹായുതി സഖ്യത്തിന്റെയും മഹാവികാസ് അഘാഡിയുടെയും നീക്കം. സംസ്ഥാന ഘടകങ്ങളുമായി ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ട്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അപ്രസക്തമാക്കി മികച്ച ഭൂരിപക്ഷത്തോടെ മഹാവികാസ് അഘാഡി അധികാരത്തിലെത്തുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. എന്നാൽ എല്ലാ ഘടകങ്ങളും മഹായുതിക്ക് അനുകൂലമാണെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. ആർ രാധാകൃഷ്ണനുടെ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, വെരി ഗുഡ് ഈവനിങ്. എന്താണിപ്പോൾ മഹാരാഷ്ട്ര ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയണം. തൂക്കുസഭ എന്ന പ്രവചനങ്ങളുണ്ട്, ഒപ്പം മഹായുതി സഖ്യത്തിന് തുടർഭരണം എന്ന പ്രവചനങ്ങളുണ്ട്. പക്ഷേ മഹാവികാസ് അഘാഡിയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടല്ലേ? ഏതായാലും മഹായുതിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന വിവരമാണല്ലോ വരുന്നത്. രാധാകൃഷ്ണന്റെ ഒരു വിലയിരുത്തൽ എന്താണ് മഹാരാഷ്ട്രീയത്തിൽ നടക്കുന്നത്? വിനീത, ഈ കൂട്ടലും കിഴിക്കലും ആയി രണ്ട് മുന്നണികളും നിൽക്കുന്നുണ്ട്. അവകാശവാദങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ തട്ടിപ്പാണ് ഈ നടന്നിരിക്കുന്ന എക്സിറ്റ് പോൾ സർവേകൾ എന്നാണ് ഇപ്പോൾ മഹാവികാസ് അഘാഡിയുടെ നിലപാട്. അല്പസമയം മുമ്പ് റാവത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം പറയുന്നത് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഉള്ള ഫലമായിരിക്കും മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ BJP അടക്കമുള്ള പാർട്ടികൾ അവകാശപ്പെടുന്നതാകട്ടെ തങ്ങൾക്ക് എക്സിറ്റ് പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും സാഹചര്യം രണ്ട് വിഭാഗങ്ങളും അവരവരുടെ സാധ്യതകളെ കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കാതെയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് രാവിലെ മുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെറുകക്ഷികൾക്കും ഒപ്പം ചെറിയ പാർട്ടികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ഒപ്പം നിർത്താൻ വേണ്ടി രണ്ട് വിഭാഗവും നടത്തുന്ന നീക്കങ്ങളാണ്. ഇത് തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾക്കും എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കണക്കുകൂട്ടലുകൾ എന്നത് വ്യക്തമാകും. ഈ ഭൂരിപക്ഷം ഇത്തവണയും ഏതെങ്കിലും ഒരു പാർട്ടിക്കോ വിഭാഗത്തിനോ ലഭിക്കാത്ത സാഹചര്യം തന്നെയാണ്. ഒരു തൂക്ക് സഭ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് വസ്തുതാപരമായി അവർക്ക് മുന്നിൽ ഉള്ളത്. അതിനെ എങ്ങനെ നേരിടാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണ് നടത്തുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം അവരുടെ ഫ്ലോർ മാനേജർമാരെ ഇതിനകം തന്നെ മഹാരാഷ്ട്രയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ജയസാധ്യതയുണ്ട് എന്ന് അവർ വിലയിരുത്തുന്ന നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ ബന്ധപ്പെടാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ ചർച്ച ഒരു വശത്ത് നടക്കുന്നു. എന്നാൽ ഒട്ടും മോശമല്ല തങ്ങൾ. മഹാരാഷ്ട്രയിൽ വളരെ കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ ശരത് പവാറിനെ പോലെയുള്ള ഏറ്റവും തികവാർന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ തങ്ങളുടെ കൂടെ ഉള്ളത് അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് ഈ മഹാവികാസ് അഘാഡിയും അവരുടെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന വിജയം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ പ്രവചനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന, തെരഞ്ഞെടുപ്പിനെ ഫലത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന മഹാരാഷ്ട്രയിൽ ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാനാണ് അവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടകീയമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഇനി വരുന്ന മണിക്കൂറുകളിലും വോട്ടെണ്ണുന്ന മണിക്കൂറുകളിലും ആ വിധത്തിലായിരിക്കും ആശയവിനിമയം പുരോഗമിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഒരു ചിത്രം നമുക്കറിയാം. ഇന്നുവരെ പറയുന്ന നിലപാടുകളായിരിക്കില്ല ഒരുപക്ഷെ നാളെ ചില വിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണിയിലും പാർട്ടിയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രദ്ധ അവർ വളരെ കൃത്യമായിട്ട് ഊന്നിക്കൊണ്ട് ഏതെങ്കിലും വിഭാഗം തങ്ങളിൽ നിന്നും അടർന്നു പോകാതിരിക്കാനായിട്ടുള്ള കണക്കുകൂട്ടലുകളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അടക്കം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിട്ടുള്ള ജനവിധി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ടുള്ള മുൻ തയ്യാറെടുപ്പുകൾ ഇതിനകം ഇരു വിഭാഗങ്ങളും നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.